പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്കാണ്. സംഘർഷം പരിഹരിക്കുന്നതിനായി പാകിസ്ഥാന്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ വഴിമുട്ടി. US ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിലേക്ക് ഇല്ലെന്ന് ഇറാന്റെ നിലപാട്. ഇക്കാര്യം പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. അഫ്താബ് റഹ്മാൻ ചേരുകയാണ് വിവരങ്ങളുമായി. അഫ്താബ്, അപ്പോൾ ഒരു സംഘർഷം ലഘൂകരിക്കാനുള്ള, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വിദൂര സാധ്യതയായിരുന്നു ആ ചർച്ചകൾ വഴി തുറന്നിട്ടത്. അതും ഇപ്പോൾ അടയുന്ന സാഹചര്യമാണല്ലേ? മഹേഷ്, അങ്ങനെ തന്നെ പറയണം. ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെയും ഒപ്പം തന്നെ വിവിധ കക്ഷികൾ, ചൈന, റഷ്യ എന്നിങ്ങനെ വിവിധ കക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനിടയിൽ പാകിസ്ഥാന്റെ മേൽനോട്ടത്തിലുള്ള ചർച്ചയിലാണ് അല്പമെങ്കിലും പുരോഗതി ഉണ്ടായിരുന്നത്. അതിൽ US ഒരു 15 നിർദ്ദേശം പാകിസ്ഥാൻ വഴി ഇറാന് കൈമാറിയിരുന്നു. പക്ഷേ അത് ഒട്ടും സ്വീകാര്യമല്ല, ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഈ ചർച്ചയിലേക്ക് ഞങ്ങളില്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുകയാണ്. ഇസ്ലാമാബാദിലേക്ക് ഇറാന്റെ ഏതെങ്കിലും കക്ഷികൾ എത്തില്ല എന്നും ഔദ്യോഗികമായി ഇറാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി യുദ്ധത്തിൽ വിരാമം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ഘട്ടം അത് അവസാനിക്കുകയാണ്. എന്ന് വെച്ചാൽ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി US-ന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് അതീവ നിർണായകമാണ്. ഒരു മണിക്കൂറുകളിൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ഒരു പക്ഷേ ഖത്തറിലേക്കോ ഇസ്താംബുളിലേക്കോ വേദി മാറ്റിയാൽ ഇറാൻ ചർച്ചകൾ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതിനോട് കൃത്യമായ മറുപടി ഇറാൻ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം സങ്കീർണമാകുന്ന ഘട്ടത്തിലേക്ക് പോകുകയാണെന്ന് പറയേണ്ടി വരും. മഹേഷ്, അഫ്താബാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മധ്യസ്ഥ ചർച്ചകൾ വഴിമുട്ടുകയാണ്.